വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലൂടെയും സ്വഭാവ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനേത്രിയാണ് മല്ലിക സുകുമാരൻ. മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബത്തിലെ കാരണവത്തി എന്ന നിലയിലും മല്ലിക സുകുമാരൻ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അഭിനയത്തിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ താരം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത്. താരത്തിളക്കത്തിനപ്പുറം വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികളെയും അഭിപ്രായങ്ങളെയും ധീരമായി തുറന്നു പറഞ്ഞുകൊണ്ട് എന്നും ഒരു കരുത്തയായ സ്ത്രീയായി നടി നിലകൊണ്ടു. 1974 കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക സുകുമാരൻ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. പിന്നീട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായി. സുകുമാരനുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത മല്ലിക പിന്നീട് തിരിച്ചെത്തിയത് അമ്മ വേഷങ്ങളിലൂടെയാണ്. രണ്ടാം വരവിൽ അവർക്ക് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അഭിനയത്തോടൊപ്പം തന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും വിശേഷങ്ങളിലൂടെയും മല്ലിക സുകുമാരൻ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സിനിമയിലെയും ജീവിതത്തിലെയും അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തി എന്ന നിലയിൽ മല്ലിക സുകുമാരൻ നൽകുന്ന അഭിമുഖങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. മലയാള സിനിമയിലെ തലമുറകളുടെ കൈമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് മല്ലിക സുകുമാരൻ. മല്ലികയുടെ പല അഭിമുഖങ്ങളും പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എനിക്ക് കുടുംബപരമായി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ആളാണ് നടൻ മമ്മൂട്ടി എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളുടെ കാര്യത്തിൽ രാജുവിന്റെ റോൾ മോഡൽ മമ്മൂട്ടിയാണ്. എപ്പോഴും പറയും മമ്മൂക്കയെ പോലെ ഇരിക്കണം എല്ലാ കാര്യത്തിലുമെന്ന്. ലാലുവിനോട് സംസാരിക്കുന്നത്ര സ്വാതന്ത്ര്യവും എനിക്ക് മമ്മൂട്ടിയോടില്ല. ഗുഡ് മോർണിംഗ് മമ്മൂട്ടി എന്ന് മെസ്സേജ് അയക്കുന്ന ആളല്ല ഞാൻ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടാകുമായിരിക്കും. നമ്മൾ അതിലല്ല. സുകുവേട്ടന്റെ ഭാര്യ എന്ന നിലയ്ക്കുള്ള ബന്ധമാണ് അദ്ദേഹവുമായിട്ട്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. സുകുവേട്ടനുമായി അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്ന ആളാണ് മമ്മൂട്ടി. അവരുടെ ആ സ്നേഹബന്ധം അടുത്തുനിന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. മമ്മൂട്ടിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എതിർക്കുന്ന ആളായിരുന്നു സുകുവേട്ടൻ. എന്നെപ്പോലെ നാക്കിത്തിരി വളഞ്ഞിരിക്കുന്നുവെന്നേ ഉള്ളൂ, ശുദ്ധനായ മനുഷ്യനാണെന്ന് പറയും. മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം പൊക്കി പറയാറുണ്ട്. അങ്ങനെ എല്ലാവരെക്കുറിച്ചും സംസാരിക്കാത്ത ആളാണ് അദ്ദേഹമെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അതേസമയം സംസാരവും പെരുമാറ്റവുമെല്ലാം അളന്ന് മുറിച്ച് സംസാരിക്കുന്ന പോലെയാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അമ്മയിൽ ഒരു മീറ്റിങ്ങിന് പോയാൽ ചെറുപ്പക്കാര് ഒരു സെറ്റും മുതിർന്നവർ മറ്റൊരു സെറ്റുമാണ്. എപ്പോഴും ഒരു മതിലുണ്ട്. മമ്മൂട്ടി ഇപ്പോഴത്തേതിലും ചെറുപ്പമായി തിരിച്ചു വരും. ഞാൻ ചിലപ്പോൾ മമ്മൂക്കയുടെ അമ്മൂമ്മയായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ടർബോയിൽ എനിക്ക് ബിന്ദു ചെയ്ത വേഷം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതാണ്. എന്നാൽ കാലിന് വയ്യാതായി, സെല്ലുലിറ്റീസ് വന്നതാണ്. കാല് മുറിച്ചു കളയേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചു പോയിരുന്നു. പല ഡോക്ടർമാരും പലതും പറഞ്ഞു. ഇപ്പോഴെല്ലാം മാറിയെന്നും താരം പറയുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത്. 73-കാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചെന്നുമായിരുന്നു വാർത്തകൾ. അതിന് പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ഛയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കി. എന്നാൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളോ സ്ഥിരീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട് വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചിരുന്നു. അതേസമയം ഒരു പ്രസ് മീറ്റിൽ സംസാരിക്കവേ മമ്മൂട്ടിയെക്കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് അദ്ദേഹം സുഖമായിരിക്കുന്നു, അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടാകും, അത്രമാത്രമേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. നാളിതുവരെ ആയിട്ടും മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അപ്ഡേഷനുകളൊന്നും തന്നെ ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം മമ്മൂട്ടിയുടെ ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി ആരാധകർ എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവോ അത്രയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഇൻഡസ്ട്രിയിലുള്ളവരും കാത്തിരിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ബിഗ് ബോസ് താരം അഖിൽ മാരാർ, തമ്പി ആന്റണി, സംവിധായകൻ ജോസ് തോമസ് തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. ഇത് വാർത്തകളിലൂടെ പുറം ലോകം അറിയണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല. കാരണം മമ്മൂട്ടിയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ്. അത് അസുഖ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടും
എന്ന് അറിഞ്ഞതുകൊണ്ടൊന്നുമല്ല. എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. ആഹാരകാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ്. 85-90 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ജോൺ പ്ലയേഴ്സ് എന്ന സിഗരറ്റ് ടിന്നിലാണ് കൊണ്ടുവയ്ക്കാറുള്ളത്. അത് ഇടയ്ക്ക് ഇരുന്ന് വലിക്കുന്നത് കാണാറുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം അതും അവസാനിപ്പിച്ചു. ഇന്നുവരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമിർക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ആരോഗ്യം, സിനിമ എന്നിവയിൽ ശ്രദ്ധാലുവായിരുന്നുവെന്നാണ് സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞിരുന്നത്. അതേസമയം മല്ലിക സുകുമാരന്റെ വ്യക്തിപരമായ നിലപാടുകളും പരാമർശങ്ങളും ചിലപ്പോൾ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ മല്ലിക തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത വ്യക്തിയാണ്. ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും ചർച്ചാ വിഷയമാകുകയും ചിലപ്പോൾ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. താരസംഘടന അമ്മയെ വിമർശിച്ചും മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരുന്നു. മിണ്ടാതിരുന്ന് കേൾക്കുന്നവർക്കേ സംഘടനയിൽ സ്ഥാനമുള്ളൂവെന്നും കൈനീട്ടം എന്ന പേരിൽ നൽകുന്ന സഹായത്തിൽ വിവേചനം നടന്നിട്ടുണ്ട് എന്നുമായിരുന്നു മല്ലിക സുകുമാരൻ കുറ്റപ്പെടുത്തിയത്. മാസത്തിൽ 15 ദിവസം വിദേശത്ത് കഴിയുന്നവർക്ക് പോലും കൈനീട്ടം നൽകുന്നുണ്ട്. കൈനീട്ടം പദ്ധതിയിൽ അപാകതകളുണ്ട്. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അഭിനേതാക്കളുണ്ട്. അവർക്കാണ് കൈനീട്ടം നൽകേണ്ടത് എന്നുമായിരുന്നു മല്ലിക ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത്. അമ്മയിൽ കുറെയൊക്കെ തെറ്റുകൾ നടന്നിട്ടുണ്ടെന്ന് മോഹൻലാലിന് അറിയാം. നേരത്തെ സംഘടനയുടെ തുടക്കകാലത്ത് പറ്റിയ പല തെറ്റുകളും നടൻ സുകുമാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിയമപരമായി ഓരോ കാര്യവും തിരുത്താൻ പറഞ്ഞതാണ്. എന്നാൽ അത് ചിലരുടെ ഈഗോ ക്ലാഷിൽ അവസാനിച്ചു. സുകുമാരൻ മരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായതെന്നാണ് മല്ലിക സുകുമാരൻ വ്യക്തമാക്കിയിരുന്നത്. അടുത്തിടെ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന ചിത്രം വിവാദമായപ്പോഴും മകന് വേണ്ടി മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരുന്നു. ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ടെന്നും പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല, ഒരു പടവുമായും ബന്ധപ്പെട്ടവരെ ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ലെന്നും മല്ലിക തുറന്നടിച്ചിരുന്നു. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ടും ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPMലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾ അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം. പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിൻ്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവരോ അല്ല. വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയെന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടത്തെ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുമായിരുന്നു മല്ലിക തുറന്നു പറഞ്ഞിരുന്നത്. സിനിമയിലെയും ജീവിതത്തിലെയും അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള, സ്വന്തം നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ മടി കാണിക്കാത്ത ഒരു വ്യക്തിയുമാണ് മല്ലിക സുകുമാരൻ. ഇത് അവരെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളാക്കുകയും ഒപ്പം ചിലർക്ക് വിമർശന വിഷയമാക്കുകയും ചെയ്യുന്നു.